നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധി, അയ്യോ, വല്ലാത്ത സങ്കടത്തിലാണെന്ന് തോന്നല്ലോ. ഒപ്പം നല്ല ആലോചനയുണ്ടല്ലോ. നീ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെക്കൊണ്ട് മാപ്പ് പറയിക്കുന്ന സംഭവം വരെ കാര്യങ്ങൾ എത്തിച്ചത് എങ്ങനെയാണെന്നല്ലേ? ഈ വീട്ടിലേക്ക് അധികാരത്തോടെ വന്നു കയറി തൊട്ടടുത്ത പ്രഭാതത്തിൽ തന്നെ നിന്നെ ഇവിടെ തലകുനിച്ച് നിർത്താൻ എനിക്കായെങ്കിൽ അതാണ് ഈ ശിവാനിയുടെ മിടുക്ക്. ഓ, രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് വെറും വയറ്റിൽ തന്നെ എന്നോട് മാപ്പ് ചോദിക്കാന്നൊക്കെ പറയുന്നതേ നാണക്കേട് തന്നെയാ. ആർക്കായാലും അപമാനവും സങ്കടവും തോറ്റുപോയല്ലോ എന്ന നാണക്കേടൊക്കെ തോന്നും. ഞാൻ ആഗ്രഹിച്ചതും ഇതൊക്കെ തന്നെയാ. രാവിലെ എഴുന്നേറ്റ് കോഫിയായിട്ട് മുറിയിലേക്ക് എഴുന്നള്ളാൻ തുടങ്ങിയപ്പോ ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ലല്ലേ? പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് നേര് തന്നെയാണ്. പക്ഷേ ഞാൻ നാണം കെട്ടുപോയിന്ന് നീ പറയുന്നിടത്താണ് നിനക്ക് തെറ്റിയത്. ഞാൻ മാപ്പ് ചോദിച്ചതേ ചെയ്യാത്ത തെറ്റിനാണ്. ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് തലകുനിക്കേണ്ടി വന്നാൽ മാത്രമേ അത് അപമാനമാണെന്ന് പറയാൻ കഴിയൂ. ഇതേ നീ മനഃപൂർവ്വം ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് നിനക്കറിയാന്ന് എനിക്കും അറിയാലോ. പ്രണവിന് കൊടുക്കാനായിട്ട് ആദ്യ രാത്രിയിൽ നീ തന്നുവിട്ട പാലില് ഞാൻ തന്നെ ഉറക്കഗുളി കലർത്തിയത്. പാവം പ്രണവ് ആദ്യ രാത്രിയെ കുറിച്ച് ഒരു 100 സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ട് മണിയറയിൽ ഇരുന്നതാ. ആ പാലങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞതും ദേ കിടക്കുന്ന ബോധമില്ലാതെ പണി കഴിഞ്ഞു. ഉറക്കഗുളിയെ കലർത്തിയത് ഞാൻ തന്നെ ആയതുകൊണ്ടേ ഒരു തുള്ളി ഞാൻ അതിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ബുദ്ധിപൂർവ്വം ഞാൻ ഒഴിഞ്ഞു മാറി. ഇതൊക്കെയല്ലേ നിധി ഒരു രസം എന്നൊക്കെ പറയുന്നേ? രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ വീട്ടിനുള്ളിൽ ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റിയ അതിലും വലിയൊരു ത്രില്ല് എന്താ ഉള്ളേ? ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു പ്ലാനിങ്. അതിനകത്ത് പ്രണവ് വന്ന് തലയും കുത്തി വീണു. അതിന്റെ പേരില് പ്രണവ് നിന്നെ കൊണ്ട് മാപ്പ് പറയിച്ചു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നാണം ഉണ്ടോടി നിനക്ക്? നീയൊക്കെ ഒരു പെണ്ണാണോ? മറ്റൊരാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ അതിനെ സ്വന്തം ജീവിതം തന്നെ ആയുധമാക്കരുത്. നിന്നെ ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഏതറ്റം വരെ പോവും. പിന്നെ ഫസ്റ്റ് നൈറ്റുകളല്ലേ, അതെനിക്ക് ഇനിയും വരും. എന്ന് വേണമെങ്കിലും ആവാം. പക്ഷെ ഇന്നത്തെ പ്രഭാതം എന്ന് പറയുന്നത് നിധിക്ക് ഈ ഒരു ഒറ്റ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങോട്ടുള്ള എല്ലാ നൈറ്റുകളും ഞാൻ ആഘോഷിക്കുമ്പോ നീ ഉറക്കമില്ലാതെ ഉണർന്നിരിക്കണം. അതാണ് എന്റെ സ്വപ്നം. എന്നെ ഈശ്വരമംഗലത്തിന്റെ 7 അയലത്ത് അടുപ്പിക്കില്ലെന്ന് ശപഥം ചെയ്തതല്ലേ നീ? ഞാനും പ്രണവുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി കെണികളും ചതികളും ഒരുക്കിയവളല്ലേ നീ? എന്നിട്ട് എന്തായി? ഞാനിപ്പോ ഈശ്വരമംഗലത്തിന്റെ മരുമകളായിട്ട് ഇവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? നിന്റെ ശ്രമങ്ങൾ ഒന്നിനെ ഞാൻ അങ്ങോട്ട് ചെറുതായിട്ട് കാണുന്നില്ല. ഈ വീട്ടിലുള്ള സർവ്വ ആൾക്കാരെ എരിവ് കയറ്റി നീ ഇളക്കി വിട്ടു. എന്റെ അച്ഛനെ പിരികേറ്റി എന്നെ ഹൗസ് അറസ്റ്റിലാക്കി വിവാഹം നടത്താനായിട്ട് അഭയം തന്നവരുടെ വീട്ടിൽ വന്ന് നീ പ്രശ്നം ഉണ്ടാക്കി. ഒടുവില് താലി കെട്ടാനായി ഞാൻ മണ്ഡപത്തിലെത്തിയപ്പോ അവിടെ പോലും അമ്മായിയമ്മയും കൊണ്ടുവന്ന് വിഷം കഴിപ്പിക്കൽ നാടകം കളിച്ചു. എല്ലായിടത്തും തോറ്റ് തുന്നം പാടിയില്ലേ നീ? ഞാൻ വെല്ലുവിളിച്ചതുപോലെ നിന്നെ കൊണ്ട് തന്നെ ആരതി ഒഴിച്ച് ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറി. ഞാൻ വെല്ലുവിളിച്ചതുപോലെ നിന്നെ കൊണ്ട് തന്നെ ആരതി ഒഴിച്ച് ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറി. തൊട്ടടുത്ത പ്രഭാതത്തിൽ നിനക്ക് എന്റെ മുന്നിൽ വന്ന് മാപ്പെരുക്കേണ്ടി വന്നു. തോറ്റുപോയി നിധി നീ. അതെ, ഒന്ന് മാപ്പ് ചോദിച്ചു എന്ന് കരുതി ഞാൻ തോറ്റുപോയി എന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാൻ തനിച്ചല്ല,
ഈ കുടുംബത്തിലെ ബഹുഭൂരിപക്ഷവും എനിക്കൊപ്പം ഉണ്ട്. നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. ആ പാർവതി ആന്റി, ഗോപി അങ്കിൾ, പിന്നെ ആ എട്ടും പൊട്ടും തിരിയാത്ത ആ യാമിനി, ആ അതും കഴിഞ്ഞാ നിന്റെ കെട്ടിയോൻ ഗൗതം. ഇവർക്കൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ട് നിധി. കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നിയ ഏത് എക്സ്ക്യൂസിന് അവർ തയ്യാറാവും. അതേ ആയുധം തന്നെ ഞാൻ ഇവിടെ എടുത്ത് പ്രയോഗിക്കുന്നത്. പക്ഷേ എനിക്കൊപ്പം നിൽക്കുന്ന ഒറ്റയാള് വസുന്ധര ആന്റി. എന്തിനും പോന്ന തന്റെ ഇടമുള്ള ആന്റി മാത്രം മതി എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ. വസുന്ധര ആന്റി എനിക്ക് തന്നിട്ടുള്ള ഒരു അസൈൻമെന്റ് ഉണ്ട്. നിന്നെ ഈ വീട്ടിൽ നിന്ന് തുരത്തണമെന്നുള്ള ദൗത്യം. അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. അതിന്റെ ആദ്യ പടിയ ഇന്നത്തെ ഈ മാപ്പ് പറച്ചില്. നിന്റെ വഴി ചതിയുടേതാണ്, വഞ്ചനയുടേതാണ്. പ്രണവിനെ വലയിൽ വീഴ്ത്തിയതും ഇന്നിവിടുത്തെ മരുമകളായി നീ എന്റെ മുമ്പിൽ നിൽക്കുന്നതും വിശ്വാസവഞ്ചന നടത്തിയാണ്. നിന്റെ ഈ മുഖംമൂടി അണിഞ്ഞുള്ള നാടകം അധികകാലം മുൻപോട്ട് കൊണ്ടുപോകാന്ന് കരുതണ്ട നീ. ഒട്ടും വൈകാതെ നിന്റെ ഈ മുഖംമൂടി ഊരിവെച്ച് നിനക്ക് തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരും. ഞാൻ തെരുവിന്ന് എവിടേക്ക് കയറി വന്നത്. ഇനി ഒരിക്കലും തിരിച്ചു ഞാൻ അങ്ങോട്ട് പോവില്ല. പക്ഷെ നീ അങ്ങനെയല്ല. എന്റെ വീട്ടിൽ പോലും നീ രാജ്ഞിയായിരുന്നു. അവിടെ എന്റെ സ്ഥാനം പുറത്തായിരുന്നു. എനിക്ക് നിന്നെ മറികടക്കാൻ കിട്ടിയ അവസരമായി ഇത്. അത് ഞാൻ കൃത്യമായിട്ട് മുതലെടുക്കുകയും ചെയ്യും. ഒരു കുന്നിന് ഒരു കുഴിയുണ്ടെന്ന്. ഇനി എന്റെ രാജയോഗ. തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നതേ നീയാ നിധി. സ്വപ്നം കാണുന്നത് നല്ലതാ, പക്ഷേ നിന്റെ ഈ പൊയ്മുഖം പ്രണവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവസാനിക്കും നിന്റെ അഹങ്കാരം.